ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായി വീട്ടിൽ തന്നെ 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. അതിനോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കപ്പ് മൈദയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത്. അത് പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ അതിലേക്ക് വേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ നെയ്യാണ്. മെൽറ്റ് ചെയ്ത നെയ്യ് നമ്മൾ കുറേശ്ശെ ഈ പൊടിക്കകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. വിരലുകൾ വെച്ചിട്ട് വേണം അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഓവറായിട്ട് പ്രബലം കൊടുത്ത് അത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. സമയമെടുത്ത് വേണം കുഴയ്ക്കാൻ. നെയ്യുടെ അളവ് ഞാൻ പറയാത്തത്, നമ്മൾ കുറച്ച് ഒഴിച്ചെടുക്കുമ്പോൾ 1 കപ്പ് നെയ്യുടെ ആവശ്യമൊന്നും വരാറില്ല. ഒരു 1/2 കപ്പ് നെയ്യ് അത്രയെങ്കിലും അതിനകത്ത് വേണ്ടി വരും. മൊത്തം കൂടെ അതിനകത്തോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ സമയമെടുത്ത് വേണം അത് കുഴച്ചെടുക്കാൻ. ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട കാര്യവുമില്ല. അത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിനകത്ത് കട്ട കെട്ടി കിടപ്പങ്ങാണ്. അതെല്ലാം നമ്മൾ വിരൽ കൊണ്ട് പതുക്കെ പൊടിച്ച് വേണം അതെടുക്കാൻ. അത് എടുത്ത് അതിൻ്റെ ആ പരുവത്തിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവമാകും. അവസാനം നെയ്യെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പരുവത്തിൽ നമുക്കത് കിട്ടും. ആ പരുവത്തിൽ എത്തുന്നത് വരെ നമ്മളത് കുഴയ്ക്കണം. ഓവറായിട്ടും കട്ടിയാക്കണ്ട. നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിയും ആ ഒരു വിധം. എന്നാൽ കൈവെള്ളയെ വെച്ച് ഉരുട്ടുമ്പോൾ അത് ആ ഷേപ്പിലിരിക്കുകയും വേണം. ആ ഒരു പരുവാകുന്നിടം വരെ നമ്മളത് കുഴച്ച് കൊടുക്കണം. സമയമെടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് അവസാനം അത് നമുക്ക് അതേ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഈ ഒരു പരുവായി കിട്ടും. ഈ ഒരു ഷേപ്പിൽ എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് എന്ന് ഉദ്ദേശിച്ചാണ് ആ ഒരു നമ്മൾ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുമ്പോൾ ചപ്പാത്തി ഉരുള പോലെ ആയി കിട്ടും. ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഷേപ്പിലാക്കി വെക്കണം. കുക്കീസിൻ്റെ ഷേപ്പിൽ ഞാൻ ഓവൻ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റ്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാനൊരു 20 മിനിറ്റാണ് ടൈം കൊടുത്തത്. പക്ഷേ 20 മിനിറ്റ് വേണ്ടി വന്നില്ല. അതിന് മുമ്പ് നമുക്കത് കുക്കായി കിട്ടും. ഓവർ കുക്കും ആവരുത്. കറക്റ്റ് ടെമ്പറേച്ചറിൽ. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ പലതായിരിക്കും. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ടോപ്പിൽ ക്രാക്ക് വീഴും. അതിനനുസരിച്ച് നമുക്കത് ഓവനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിപ്പം ഈ 1 കപ്പ് പൊടിക്ക് എനിക്ക് ചെറിയ സൈസിൽ 12-13 ഉരുളയോളം കുക്കീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളയുടെ സൈസിനനുസരിച്ച് കുക്കീസിൻ്റെ എണ്ണവും മാറും. വലിയ സൈസിലാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും എണ്ണം കുക്കീസ് കിട്ടത്തില്ല. ചെറിയ കുക്കീസാണെങ്കിൽ 13 കുക്കീസ് ഇത്രയും അളവിൽ മാവിൽ പൊടിയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാണ് കുക്കീസ്. ഈ കുക്കീസാണ് ഞാൻ ഗീ കുക്കീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഉടനെ തന്നെ നല്ല കുക്കീസാണ്. ബേക്കറി പോകാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ഓക്കെ, ബായ്.